കാത്തിരിപ്പിനൊടുവിൽ ജനന സർട്ടിഫിക്കറ്റിൽ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ രക്ഷിതാക്കളായി മാറി. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളായ സഹദിനും സിയയ്ക്കും 3 വർഷം മുൻപ് പിറന്ന സബിയയ്ക്കാണ് ദമ്പതികളുടെ ആവശ്യപ്രകാരമുള്ള ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അച്ഛൻ, അമ്മ എന്നീ കോളങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന കോളം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയതാണ് ചരിത്ര ചുവടുവയ്പ്. കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. സഹദ് പുരുഷനായും സിയ സ്ത്രീയായും മാറുന്നതിനുള്ള ചികിത്സകൾ ആരംഭിക്കുന്നതിനിടയിലാണ് ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹമുണ്ടായത്. തുടർന്ന് 2023 സാബിയ പിറന്നത്. ജനന സർട്ടിഫിക്കറ്റിൽ മാതാവായി സിയയുടെ പേരും പിതാവായി സഹദിന്റെ പേരും വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ മാതാവിന്റെ സ്ഥാനത്ത് ബയോളജിക്കൽ മാതാവായ സഹദിന്റെയും പിതാവിന്റെയും സ്ഥാനത്ത് സിയയുടെയും പേരെഴുതാനേ സാധിക്കുമെന്നായിരുന്നു ഔദ്യോഗിക മറുപടി. അങ്ങനെയുള്ള ജനന സർട്ടിഫിക്കറ്റ് അനുവദിച്ചെങ്കിലും കൈപ്പറ്റാതെ ഇരുവരും കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ എന്ന കോളം കൂടി ഇവർക്കായി ജനന സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ ജൂണിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. വിധി അനുസരിച്ച് കെ-സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ സർക്കാർ മാറ്റം വരുത്തിയതാണിപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഭാവിയിൽ ഏത് ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്കും ഈ നിയമപരിരക്ഷ കിട്ടും വിധമാണ് ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.